അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു. നിങ്ങളതൊക്കെ വായിച്ചിട്ടുണ്ടോ? കുറേ കഥകളും പാട്ടുകളൊക്കെ കഴിഞ്ഞ ദീനിയാത്തിൻ്റെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നു. നിങ്ങളൊക്കെ അതൊക്കെ കേട്ട് മനസ്സിലാക്കിയിട്ടുണ്ടോ? ആരെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞിരുന്നത്? ആരെക്കുറിച്ചായിരുന്നു? നമ്മുടെ നബി അല്ലേ? നമ്മുടെ നബിൻ്റെ പേരെന്താ പറഞ്ഞേ? മുഹമ്മദ് മുസ്തഫ. നബിൻ്റെ പേര് കേൾക്കുമ്പോൾ എന്ത് ചൊല്ലണം? സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ? സ്വലാത്ത് ചൊല്ലണം. മനസ്സിലായോ? നബി ജനിച്ചത് എവിടെയെന്നാ പറഞ്ഞത്? മക്കയിൽ. നബിൻ്റെ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ പേരൊന്ന് പറഞ്ഞേ നിങ്ങൾ. ഉമ്മാൻ്റെ പേര് ആമിന ബീവി, ഉപ്പാൻ്റെ പേര് അബ്ദുള്ള അല്ലേ? അങ്ങനെ നബിൻ്റെ കഥകളൊക്കെ നമ്മൾ പറഞ്ഞു. നബിക്ക് 40 വയസ്സായപ്പോൾ അള്ളാഹു എന്ത് സ്ഥാനം നൽകി എന്നാ പറഞ്ഞേ? എന്താ നബിക്ക് കിട്ടിയത് 40 വയസ്സായപ്പോൾ? പറയേ, എന്താ നിങ്ങൾ പറയാത്തത്? പഠിച്ചിട്ടില്ലേ? 40 വയസ്സായപ്പോൾ എന്ത് കിട്ടി? നുബുവത്ത് കിട്ടി അല്ലേ? പ്രവാചകത്വം. പിന്നെ നബി തങ്ങൾ എങ്ങോട്ടാ പോയത്? മക്കയിൽ നിന്ന് എവിടേക്കാ പോയത്? മദീനയിലേക്ക് അല്ലേ? എത്ര കൊല്ലം മദീനത്ത് താമസിച്ചു എന്നാ പറഞ്ഞത്? 10 വർഷം. അപ്പം നബി തങ്ങൾ എത്രാം വയസ്സിലാ പോയത്? എത്രാം വയസ്സിലാ പോയത് മദീനയിലേക്ക്? ഉറക്കെ പറയ്. 53 വയസ്സായപ്പോൾ നബി തങ്ങൾ മക്കയിൽ നിന്ന് അഥവാ ജനിച്ച നാട്ടിൽ നിന്ന് എങ്ങോട്ട് പോയി? മദീനയിലേക്ക് പോയി അല്ലേ? മദീനയിലേക്ക് പോയി 10 വർഷം അവിടെ താമസിച്ചു. ഇനി ബാക്കിയുള്ള ഭാഗങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് അല്ലേ? നിങ്ങളൊക്കെ കുളിച്ച് ഫ്രഷായി വന്നിട്ടുണ്ടോ? എന്നാലേ ഞാൻ പറഞ്ഞ മനസ്സിൽ കയറുള്ളൂ. എന്നാ രാവിലെ എണീറ്റ് ഞങ്ങൾ എന്താ ചെയ്യൽ? രാവിലെ എണീറ്റ് ഉടനെ എന്താ ചെയ്യുക? പല്ലേക്കേ അല്ല, പല്ലേക്കണതിന് മുമ്പ് എന്താ ചെയ്യണ്ടേ? നമുക്ക് അറിയില്ലല്ലേ? അറിയോ? എന്നാ ഞാൻ പറഞ്ഞുതരാം. രാവിലെ എണീറ്റ് തന്ന ഉടനെ ചെയ്യേണ്ടത് 2 കൈയും കഴുകുക, മുൻകൈ കഴുകുക. എന്നിട്ടൊക്കെയാണ് പല്ല് തേക്കേണ്ടത്. പല്ല് നിങ്ങൾ കയ്യിൻ്റെ വിരലുകൊണ്ടാ തേക്കൽ? ഉമിക്കരിയാണ്ടാ തേക്കൽ? കയ്യിൻ്റെ വിരലുകൊണ്ടൊന്നല്ല പല്ല് തേക്കേണ്ടത്. പിന്നെ വായ ശരിക്കും വൃത്തിയാവണമെങ്കിൽ എന്തുകൊണ്ടാണ് പല്ല് തേക്കണം? ബ്രഷ് ഉപയോഗിച്ച് പല്ല് തേക്കണം. പേസ്റ്റൊക്കെ തേച്ച് ബ്രഷ് ഉപയോഗിച്ച് പല്ല് തേച്ചത് വൃത്തിയാവണം. മനസ്സിലായോ? അപ്പോഴേ നമുക്ക് പഠനത്തിലൊക്കെ ഒരു ഉത്സാഹം കിട്ടുള്ളൂ. പല്ലേക്കാതെ വന്നിരിക്കണവരുണ്ടോ? ഇല്ലല്ലേ? ഇല്ലാന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകി നേരത്തെ ഉമ്മയുടെ കൂടെയൊക്കെ നിസ്കരിച്ചിട്ട് വന്നിരിക്കണം. അപ്പോഴേ നല്ല കുട്ടികളാവുള്ളൂ. നല്ല കുട്ടികളാവണ്ടേ? നല്ല കുട്ടികളാവണം. അപ്പോൾ നമ്മുടെ നബി എന്നുള്ള പാഠത്തിലെ ബാക്കി ഭാഗങ്ങൾ അന്ന് നമുക്ക് എടുക്കാനുള്ളത്. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ശ്രദ്ധിച്ചിരുന്നോ? പുസ്തകങ്ങളൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടോ മുമ്പിൽ? ഉണ്ട്. ഇപ്പം പുസ്തകം ഒന്ന് തുറക്കണ്ട, ഞാൻ പറയുമ്പം തുറന്നാൽ മതി. ഇപ്പം എല്ലാവരും എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുക. നോക്കിയോ? നമ്മൾ പറയാൻ പോകുന്നത് അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 53 വയസ്സായപ്പോൾ മക്കയിൽ നിന്നും മദീന എന്ന രാജ്യത്തേക്ക് വന്നു. മദീനയിലേക്ക് വന്നപ്പോൾ ആ മദീനക്കാർ വളരെയധികം സന്തോഷത്തോടു കൂടി നബിയെ സ്വീകരിച്ചു. തൊലഅൽ ബദ്റു അലൈനാ മിൻ സനിയാത്തിൽ വദായി. പാട്ട് കേട്ടില്ലേ നിങ്ങൾ? അങ്ങനെ മദീനക്കാർ പാട്ട് പാടിക്കൊണ്ട് നബിയെ സ്വീകരിച്ചു. വലിയ സന്തോഷമായി. നബി എവിടെ നിന്നാ വരുന്നറിയോ? സ്വന്തം ജനിച്ച നാട്ടിൽ നിന്നും അവിടെ നിൽക്കാൻ കഴിയാത്ത കാരണത്താൽ നബിയെ കൊല്ലാൻ വേണ്ടി ശത്രുക്കൾ നബിയെ വീട് വളഞ്ഞ് നബിയുടെ കൂടെയുള്ള മുസ്ലിമീങ്ങളായ അനുയായികൾ മുഴുവൻ ആക്രമിക്കുകയൊക്കെ ചെയ്തപ്പോൾ
ആ നാട്ടിൽ നിൽക്കാൻ കഴിയാതെ നബി തങ്ങളതാ മദീനയിലേക്ക് വന്നു. മദീനക്കാർക്ക് വലിയ സന്തോഷമായി. അവരെല്ലാവരും സ്വീകരിച്ചിരുത്തി നബിക്ക് പ്രത്യേകമായ സൗകര്യങ്ങളും വീടുകളൊക്കെ നൽകി. മനസ്സിലായോ? അങ്ങനെ 53-ാം വയസ്സിൽ വന്ന നബി 10 വർഷത്തോളം ആളുകൾ ഇസ്ലാമിലേക്ക് കൊണ്ടുവരികയും ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്ത് ലക്ഷക്കണക്കിന് ധാരാളം സ്വഹാബികൾ, ധാരാളം ആളുകൾ ഇസ്ലാമിലേക്ക് വന്നു. കുറേ ആളുകളായി മാറി. അങ്ങനെ 63 വയസ്സ് പ്രായമായപ്പോഴേക്കും അള്ളാഹുവിൻ്റെ റസൂലിനക്ക് അസുഖം പിടിപെട്ടു, പനി പിടിപെട്ടു. നബി തങ്ങൾ 63-ാം വയസ്സിൽ വഫാത്തായി. എത്രാമത്തെ വയസ്സിൽ? 63-ാമത്തെ വയസ്സിൽ നബി തങ്ങൾ ഈ ലോകത്തോട് വിട പറഞ്ഞു. മനസ്സിലായോ? നബി വഫാത്തായപ്പോൾ വളരെയധികം ദുഃഖിച്ചു. മദീനക്കാർ വല്ലാതെ വിഷമിച്ചു. അവർക്ക് സഹിക്കാൻ പറ്റാത്ത വിഷമമായി. അവർ വിശ്വസിച്ചില്ല നബി മരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ വിവരം പറഞ്ഞവരെ ചീത്ത പറഞ്ഞു. എന്താ നബി മരിക്കേ എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്തു? അവർക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. മനസ്സിലായോ? നബി തങ്ങൾ വഫാത്തായി പോയത് എത്രാമത്തെ വർഷത്തിലാണ്? 63-ാമത്തെ വർഷത്തിലാണ്. മനസ്സിലായോ? നമ്മുടെ നബിയുടെ മുമ്പും നബിമാരുണ്ടായിട്ടുണ്ട്. നമ്മുടെ നബി വരുന്നതിൻ്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പല പ്രവാചകന്മാരും വന്നിട്ടുണ്ട്. ആദം നബി എന്നൊക്കെ നിങ്ങൾ കേട്ടില്ലേ? ആദം നബി ആദ്യം ഉണ്ടായ മനുഷ്യനാണ്. ആര്? ആദം നബി അല്ലേ? മൂസാ നബി എന്നൊക്കെ കേട്ടില്ലേ നിങ്ങൾ? മൂസാ നബി, ഈസാ നബി കേട്ടില്ലേ? ഇങ്ങനെ കുറേ പ്രവാചകന്മാർ നബി വരുന്നതിൻ്റെ മുമ്പ് വന്നിട്ടുണ്ട്. എന്നാൽ ആദം നബി മുതൽ എത്രയോ പ്രവാചകന്മാർ വന്നു. 1,00,000 ചില്ലാനും 1,24,000-ഓളം വരുന്ന പ്രവാചകന്മാർ വന്നു. അവരെക്കാളൊക്കെ ഏറ്റവും ശ്രേഷ്ഠത ആർക്കാ? അവരൊക്കെ ലീഡർ ആരാ? നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്നു. മനസ്സിലായപ്പം? എല്ലാ നബിമാരുടെയും ലീഡർഷിപ്പ്, എല്ലാ നബിമാരുടെയും ലീഡർ, നേതാവ് ആരാണ്? നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കാകുന്നു. ശേഷം നബിയാണെന്ന് വാദിക്കുന്നവർക്ക് അവസാനത്തെ പ്രവാചകനാണ് നമ്മുടെ നബി. ഏറ്റവും ശ്രേഷ്ഠവരാണ്, അവസാനത്തെ അന്ത്യപ്രവാചകനുമാണ്. ഇനി വേറൊരു നബി വരാനില്ല, വേറൊരു നബി വരാനില്ല. ഇനി നബിക്ക് ശേഷം വേറൊരാൾ ഞാൻ നബിയാണ് എന്ന് വാദിച്ചു കൊണ്ടുവന്നാൽ അവൻ കള്ളനാണ്. അങ്ങനെ എത്രയോ ആളുകൾ വന്നിട്ടുണ്ട്. മനസ്സിലായോ? അവരൊന്നും ജനങ്ങൾ എന്ത് ചെയ്യില്ല, സ്വീകരിച്ചില്ല. കാരണം എന്താ അറിയോ? നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം ഒരു നബിയും വരികയില്ല എന്ന് നബി പറഞ്ഞിട്ടുണ്ട്. ഇനി അങ്ങനെ ആരെങ്കിലും ഞാൻ നബിയാണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും അംഗീകരിക്കുമോ? ഇല്ല, അവർ കള്ളന്മാരാകുന്നു. മനസ്സിലായോ? ഇനി നമ്മുടെ നബിയുടെ പേര് കേൾക്കുമ്പോൾ നമ്മളിപ്പോൾ എന്തേ ചെല്ലിയത്? ഇതല്ലേ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് അല്ലേ? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നമ്മൾ സ്വലാത്ത് ചൊല്ലി. നബിയുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ എന്താ ചൊല്ലിയത്? സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ നബിയുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത്, അതാണ് സല്ലല്ലാഹു അലൈഹി എന്ന് പറഞ്ഞത്. സലാമും ചൊല്ലണം, സല്ലല്ലാഹു അലൈഹി വസല്ലം, അതാണ് സലാം അല്ലേ? നമ്മൾ എത്ര മൗലിദ് കിതാബിലൊക്കെ ഓരോ പാട്ട് നമ്മൾ കേട്ടില്ലേ ഇല്ലേ? അതിലൊക്കെ സ്വലാത്തില്ലേ? സ്വലാത്തുല്ലാ സലാമുല്ലാ അലാ ത്വാഹ റസൂലില്ലാ സ്വലാത്തുല്ലാ സലാമുല്ലാ അലാ യാസീൻ നബീബില്ലാ. നമ്മൾ കേട്ടില്ലേ? അങ്ങനെ മൗലിദ് കിതാബിലൊക്കെ പാട്ട് പാടുന്നിടത്ത്
ആ നബിൻ്റെ മേലെ സ്വലാത്തിൻ്റെ ഒരു രൂപമാണത്. പിന്നെ നമ്മൾ റബീഉൽ അവ്വലൊക്കെ ആകുമ്പോൾ നമ്മൾ വീടുകളിലും പള്ളികളിൽ നിന്നും മദ്രസയിൽ നിന്നൊക്കെ നമ്മൾ പാട്ട് പാടലുണ്ട് അല്ലേ? നബിദിൻ്റെ പാട്ടുകളിലൊക്കെ പാടലുണ്ട്, നബിൻ്റെ സ്വലാത്തിലുണ്ട്. മൗലിദ് ഓതുമ്പോൾ അഷ്റാക്ക മൗലിദൊക്കെ ഓതുമ്പോൾ യാ നബി സലാം അലൈക്കും യാ റസൂൽ സലാം അലൈക്കും യാ ഹബീബ് സലാം അലൈക്കും സ്വലവാത്തുല്ലാഹ് അലൈക്കും. നമ്മളെ വീട്ടിലൊക്കെ മൗലിദ് ചെല്ലുമ്പോൾ നിങ്ങൾ കേൾക്കില്ലേ? അത് നബിയുടെ മേൽ സലാം പറയുന്ന ഒരു രൂപമാണിത്. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? വീട്ടിൽ നിന്നൊക്കെ നബിയുടെ മേൽ സ്വലാത്ത്. നമ്മൾ വീട്ടിൽ നിന്ന് ഉമ്മാനോടും താത്താരോടൊക്കെ സ്വലാത്ത് എല്ലാം പറയണം. നമ്മൾ മദ്രസയിൽ നിന്ന് ചൊല്ലിയ സ്വലാത്തില്ലേ, ഏതാ നമ്മൾ ചൊല്ലുന്ന സ്വലാത്ത്? സല്ലല്ലാഹു അലാ മുഹമ്മദ് അല്ലേ, സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സ്വലാത്ത് നബിൻ്റെ അടുക്കൽ നമുക്ക് സീറ്റ് കിട്ടണോ? നമുക്ക് കിട്ടണോ നബിൻ്റെ അടുക്കൽ? നമ്മൾ നബിനെ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. നമുക്ക് നബിനെ കാണണ്ടേ? നബിൻ്റെ അടുത്ത് സീറ്റ് കിട്ടണ സ്വർഗത്തിൽ അതിനെന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? നബിൻ്റെ മേൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലണം. മനസ്സിലായോ? ഇനി എല്ലാവരും പുസ്തകം നോക്കൂ, ഞാൻ വായിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ പാഠത്തും വളരെ എടുത്തത് കണ്ടോ. ഇനി ഇന്നുള്ള ഭാഗം പെടുന്ന അടുക്കുന്നത്. എല്ലാവരും പുസ്തകത്തിൽ കയ്യിൻ്റെ വെല്ല് വെക്കുക. വഫാത്തായതും ഖബറടക്കപ്പെട്ടതും മദീനയിലാണ്. നബി വഫാത്തായതും നബിയെ മറമാടപ്പെട്ടതും എവിടെയാണെന്നാ പറഞ്ഞേ? മദീനയിലാണ്. വഫാത്താകുമ്പോൾ തങ്ങൾക്ക് 63 വയസ്സാണ്. നമ്മുടെ നബിയുടെ മുമ്പും നബിമാർ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ നബിയുടെ മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ട്? നബിമാരുണ്ടായിട്ട് ഞാൻ കുറേ ആൾക്കാരുടെ പേര് പറഞ്ഞില്ലേ? അതെ. ഏറ്റവും ശ്രേഷ്ഠർ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ആൾ. ശ്രേഷ്ഠർ അന്ത്യനബിയായ അഥവാ അവസാനത്തെ നബിയായ നമ്മുടെ നബി തന്നെയാണ്. ആദ്യം വന്ന നബി ആണോ ഏറ്റവും ശ്രേഷ്ഠർ? അല്ല, അവസാനം വന്ന നമ്മുടെ നബിയാണ്. ശേഷ നബിയാണെന്ന് വാദിക്കുന്നവർ കള്ളന്മാരാണ്. ശേഷം നബിയാണെന്ന് വാദിച്ച് ഞാൻ നബിയാണെന്ന് ഞാൻ വാദിക്കുക, അങ്ങനെ വാദിച്ചാൽ അവരെന്താന്നാ പറഞ്ഞേ? കള്ളന്മാരാണ്. നബിയുടെ പേര് കേൾക്കുമ്പോൾ, നബിൻ്റെ പേരില്ലേ, നബിക്ക് എത്രയോ പേരുണ്ട്. മുഹമ്മദ്, അഹമ്മദ്, മുസ്തഫ അല്ലേ, യാസീൻ, ഹമീൻ എന്നൊക്കെ പറഞ്ഞ കുറേ പേരുണ്ട്. അങ്ങനെ നബിൻ്റെ ഏത് പേര് കേൾക്കുമ്പോഴും എന്താ ചെല്ലണ്ടേ? കേട്ടോളി, കയ്യിൻ്റെ വേലേക്ക് സ്വലാത്തും സ്വലാമും ചൊല്ലി ആദരിക്കണം. നബിയോടുള്ളൊരു ആദരവിൻ്റെ ഒരു കാര്യമാണ് സ്വലാത്തും സ്വലാമും ചൊല്ലി. എപ്പോൾ? നബിൻ്റെ പേര് കേൾക്കുമ്പോൾ. ഇനി എല്ലാവരും പുസ്തകം എടുത്തോ, ഞാൻ വായിക്കാം. വഫാത്തായതും ഖബറടക്കപ്പെട്ടതും മദീനത്താണ്. വഫാത്താകുമ്പോൾ തങ്ങൾക്ക് 63 വയസ്സാണ്. നമ്മുടെ നബിയുടെ മുമ്പും നബിമാർ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും ശ്രേഷ്ഠർ അന്ത്യനബിയായ നമ്മുടെ നബി തന്നെ. എവിടെയും വായിക്കുന്നത് കാണണ്ട, കയ്യിൻ്റെ വെല്ലക്കണം. ശേഷം നബിയാണെന്ന് വാദിക്കുന്നവർ കള്ളന്മാരാണ്. നബിയുടെ പേര് കേൾക്കുമ്പോൾ സ്വലാത്തും സലാമും ചൊല്ലി ആദരിക്കണം. മനസ്സിലായോ? ഇനി ഈ പാഠം നിങ്ങൾ 3 പ്രാവശ്യം വായിച്ച് ഈ പാഠത്തിലെ ചോദ്യങ്ങൾ മുഴുവനും ഉമ്മയോട് ചോദിച്ച് എഴുതുക. ഉമ്മാക്ക് ആദ്യം കാണിച്ചു കൊടുക്കുക, എന്നിട്ട് ഉസ്താദിന് കാണിച്ചു കൊടുക്കുക. മനസ്സിലായോ? അപ്പോൾ 2 പാഠപ്പം നമ്മളത് തീർന്നു. നല്ലവണ്ണം വായിക്കണം. ഞാൻ ചോദ്യം ചോദിക്കും വരുമ്പോൾ, അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾ ഉഷാറായി പറഞ്ഞു തരണം. മനസ്സിലായോ? അല്ലാഹു തആല നമ്മുടെ
നബിയെ വളരെയധികം ഇഷ്ടപ്പെടുന്നവരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. നബിയുടെ മേൽ എപ്പോഴും സ്വലാത്തുകൾ ചൊല്ലാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. എല്ലാവരും കൈയൊന്നിച്ച് സ്വലാത്ത് ചൊല്ലി പിരിയെ നമ്മൾ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.